السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. മുങ്ങിക്കുളിക്കുമ്പോൾ അകത്തേക്ക് വെള്ളം കടന്നാൽ നോമ്പ് മുറിയുന്നതാണ്. അത് നിർബന്ധ കുളിയാണെങ്കിലും വെള്ളം അകത്ത് കടക്കുമെന്നും അത് സൂക്ഷിക്കാൻ പ്രയാസമാണെന്നും ബോധ്യമായിരിക്കെ നോമ്പുകാരൻ മുങ്ങിക്കുളിക്കുന്നത് ഹറാമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അകത്തേക്ക് വെള്ളം കടന്ന് നോമ്പ് മുറിയാൻ ഈ മുങ്ങിക്കുളിയൽ കാരണമാകും. അതുകൊണ്ടാണത് ഹറാമാണ് എന്ന് പറയാൻ കാരണം. ഇനി മുങ്ങിയിട്ടല്ലാതെ കുളിക്കാൻ സൗകര്യമില്ലെങ്കിൽ നോമ്പ് നഷ്ടമാകുന്നത് അല്ല. മുങ്ങിക്കുളി നോമ്പുകാരന് കറാഹത്താണ് എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പോലത്തെ കിതാബുകളിലൊക്കെ അതിൻ്റെ വിധി പറഞ്ഞത്. അതുപോലെ തന്നെ പല്ലുകൾക്കിടയിൽ തങ്ങി നിന്നിരുന്ന ഭക്ഷണാംശം അറിയാതെ ഉമനീരിലൂടെ അകത്തേക്ക് കടന്നാൽ നോമ്പ് മുറിയുന്നതല്ല. കാരണം അതറിയാതെയാണ് കടന്നുപോയത് എന്ന കാരണം കൊണ്ട് തന്നെ അത് വേർതിരിച്ചെടുത്ത് തുപ്പിക്കളയാൻ കഴിയാതെ വരുമ്പോഴാണിത്. അതുകൊണ്ടാണ് മുറിയുകയില്ല എന്ന് പറഞ്ഞത്. ഈ അവശിഷ്ടം പല്ലുകൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് തുപ്പിക്കളയാൻ കഴിയുമെന്നിരിക്കെ അതകത്ത് ചെന്നാൽ അത് നോമ്പിനെ മുറിക്കുന്നതുമാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല്ലുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന ഭക്ഷണം വേർതിരിച്ച് തുപ്പിക്കളയാൻ സാധിക്കുന്ന തരത്തിൽ അത് വിഴുങ്ങിയാൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകും. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ ഉണ്ടാകുന്ന സംശയമാണ്, നോമ്പുകാലത്ത് രാത്രി പല്ലിൽ കുത്തൽ നിർബന്ധമാണോ എന്നത്. പല്ലിനടിയിലെ ഭക്ഷണാവശിഷ്ടം അകത്ത് ചെല്ലാൻ സാധ്യതയുണ്ടെന്ന ബോധമുണ്ടെങ്കിലും രാത്രി പല്ലിൽ കുത്തൽ നിർബന്ധമില്ല. എങ്കിലും ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് പല്ലിൽ കുത്തൽ ശക്തമായ സുന്നത്താണെന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നോമ്പുകാർ രാത്രി ഭക്ഷണം കഴിച്ചാൽ അത്താഴം കഴിച്ചാൽ പല്ലിക്കുത്തൽ ശക്തമായ സുന്നത്താണ്. കാരണം ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പകൽ സമയത്ത് അത് ഉള്ളിലേക്ക് ആമാശയത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അത് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമുക്ക് വ്യക്തമാക്കി തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരാൾ രാത്രി അമിതമായി ഭക്ഷണം കഴിക്കുന്നത് പകൽ സമയത്ത് തികട്ടി വരുമെന്ന ബോധത്തോടെയാണെങ്കിലും അത് കുറ്റകരമല്ല. പകൽ സമയത്ത് തികട്ടൽ വന്നാൽ നമ്മുടെ വായ കഴുകി അത് വൃത്തിയാക്കുകയാണ് വേണ്ടത് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അശ്രദ്ധമായി പോകുന്ന രൂപങ്ങളിൽ പ്രത്യേകം നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ കുറ്റമറ്റ രൂപത്തിൽ നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പോരായ്മകളും അപാകതകളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ അള്ളാഹു അവൻ്റെ മഹ്ദു ഫദ്ൽ കൊണ്ട് നമുക്ക് മഹ്വ് ചെയ്യുമാറാവട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും.